ഡിയർ ഹൗസ് വൈഫ്സ് ആൻഡ് ഓൾ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ്, എല്ലാവരും ഓടി വന്നോളൂ. വീട്ടമ്മമാർക്ക് വേണ്ടി ഇന്ന് ഞാൻ സാൻഡ്ര എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഫാമിലി മെമ്പർ ആവശ്യപ്പെട്ട, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം അത് അടുക്കളയിൽ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു ബഡ്ജറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, എങ്ങനെ ഒരു തുക നമുക്ക് അതിൽ നിന്ന് മാറ്റി വയ്ക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ കമൻറ്റിൻ്റെ റിപ്ലൈ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ എനിക്കും തോന്നി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വീട്ടമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അടുക്കളയിലാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു തുക സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൽ നിന്നൊരു തുക മാറ്റിവെക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ. ഇനിയും കൂടുതൽ അഭിപ്രായമുള്ളവരെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ തുടക്കകാലത്തിലൊക്കെ എനിക്കൊന്നും അറിയില്ല, വെറുതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കാത്ത പല സാധനങ്ങളും ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്ന അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്വന്തമായി പോയി വാങ്ങിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിന്നെ കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം, ഏത് സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് എന്നൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ ഞാൻ നോക്കുന്നത്, ആദ്യം നമ്മുടെ അടുക്കളയിലേക്ക് വേണം എന്ന് നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അരി എന്ന് പറയുന്നത്. അപ്പോൾ അരി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അരി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം, എണ്ണ, ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത് ഓരോ ഫാമിലിക്കും പല രീതിയിലായിരിക്കും, പക്ഷേ കോമൺ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, കടുക്, പിന്നെ വെളുത്തുള്ളി, സവാള, അങ്ങനെയുള്ള ചെറിയ ഉള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും ഗരം മസാലയ്ക്ക് ചിലർ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗരം മസാലയുടെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വറുത്ത് പൊടിച്ചൊക്കെ വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഡെയിലി നിത്യം, പിന്നെ ഇങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഏതാണ് എന്ന് നമ്മൾ നോക്കുക. ഇത്രയും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ റവയ്ക്ക് ആവശ്യമുണ്ട്, ഗോതമ്പ് പൊടിക്ക് ആവശ്യമുണ്ട്, ശർക്കര, പിന്നെ കരിപ്പെട്ടി വാങ്ങുന്ന വീടുകളുണ്ട്, ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ വാങ്ങുന്നത് സാധനങ്ങൾ. എന്നിട്ട് നമ്മൾ ആ മാസം തന്നെ നോക്കുക, നമുക്ക് ഇത്രയും സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിലവായ സാധനങ്ങൾ ഏതാണ്, അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ബഡ്ജറ്റ് എടുക്കുക. എത്ര രൂപയാണ് നമുക്ക് 1 മന്തിൽ നമുക്ക് പ്രധാനപ്പെട്ട സാധനങ്ങൾ വാങ്ങാനായി ചിലവായത്, പിന്നെ അത്ര പ്രാധാന്യമില്ലാത്ത സാധനങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്ന് നോക്കുക. എന്നിട്ട് അത്രയും പ്രാധാന്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന ആ സാധനങ്ങളിൽ നമ്മൾ തൂക്കം വയസ്സാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ അത് കുറച്ച് വെട്ടി കുറയ്ക്കുക. നമുക്ക് അത്ര ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ബഡ്ജറ്റ് നമുക്ക് എന്തായാലും ഷുവറായിട്ട് കിട്ടും. ആവശ്യമില്ല, അധികം അത്യാവശ്യമില്ല എന്ന് നമുക്ക് തോന്നി നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളുടെ ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അത് നമുക്ക് അത്ര അത്യാവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ബഡ്ജറ്റ്, എങ്ങനെ പോയാലും ഒരു ചെറിയ ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 5,000 രൂപയുടെ ബഡ്ജറ്റാണ് 1 മന്ത് നമ്മൾ കിച്ചണിലേക്ക് എടുക്കുന്നതെന്ന് വെച്ചോ. ഈ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപയോഗം നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് നമുക്ക് തീർച്ചയായും ഒരു 300 രൂപയെങ്കിലും, നമുക്കൊരു 200 രൂപയെങ്കിലും കുറയാതെ നമുക്കതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. ഒരു 200 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് ഒരു മന്ത്ലി എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് പിന്നെ മിൽക്ക് ഐറ്റംസ്, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുന്നതിനോടൊപ്പം അനാവശ്യമായ സാധനങ്ങൾ, അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മളൊന്ന്
വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ബഡ്ജറ്റ് കിട്ടും. അടുത്ത് വെജിറ്റബിളിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ മുംബൈയിലൊക്കെ ആയിരിക്കുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ ഉള്ളപ്പോഴും നമുക്കൊരു കിച്ചൺ ഗാർഡൻ നമുക്ക് വയ്ക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. വെണ്ട നല്ല രീതിയിൽ നമുക്കൊരു ചെറിയ ഒരു ബാഗിനകത്ത് പാക്ക് ചെയ്ത് മണ്ണിട്ട് നമ്മൾ വളർത്തിയാലും വെണ്ട വളരും. പിന്നെ അതിൽ പുഴുക്കുത്തൊക്കെ ഏൽക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ചെറിയ സ്പേസിലും അങ്ങ് ഇരുന്നോളൂ. അടുത്ത് പിന്നെ പച്ചമുളക് അത് നമുക്ക് കൃഷി ചെയ്യാം. ടൊമാറ്റോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മല്ലിയിലയും പറ്റും. പിന്നെ ചീരവർഗ്ഗങ്ങൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പയറൊക്കെ ആകുമ്പോൾ പടർത്തി വിടണം, അത് പാടാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് മുളക്, തക്കാളി, അതുപോലെ വഴുതന. അതും നന്നായിട്ട് നമ്മുടെ വീട്ടിന് ആവശ്യമായ അത്രയും നമുക്ക് വഴുതനങ്ങ, പച്ചമുളക്, ടൊമാറ്റോ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, ഇത്രയും സാധനങ്ങൾ നമുക്ക് വളർത്താം. പിന്നെ ഞാൻ അവിടെയൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് കറിവേപ്പില എന്നും വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയൊരു കറിവേപ്പ് ഇങ്ങനെ ബാഗിനകത്ത് വളർത്തി മണ്ണിട്ട് അതിനകത്ത് പോട്ടുണ്ടാക്കി അതിനകത്ത്, അപ്പോൾ ചെറുതായിരിക്കും, പെട്ടെന്ന് അതിൻ്റെ ഇലകൾ തീർന്നു പോകും. കാരണം നമുക്ക് ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് പോലെ അല്ലല്ലോ നമ്മളൊരു ബാഗിനകത്ത് മണ്ണ് നിറച്ച് കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പോട്ട്സിലൊക്കെ വയ്ക്കുന്നതും. അതിനൊരു ലിമിറ്റേഷനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടും. പിന്നെ ഭൂമിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കിച്ചൻ്റെ ബാക്കിലോ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പയറും പടർത്തി വിട്ട് പയറുണ്ടാക്കാൻ പറ്റും. ചേനയും ചേമ്പും ഒക്കെ നമുക്ക് കൃഷി ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കപ്പ, മരിച്ചീനി, അത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങളുടെ കുടുംബ വീട്ടിലൊക്കെ ഞങ്ങൾ കാച്ചിൽ, കപ്പ, ചേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കും. പക്ഷേ സിറ്റിയിലും ഫ്ലാറ്റിലും താമസിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വഴുതനങ്ങ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, ചീര, അതുപോലെ പച്ചമുളക്, ചെറിയൊരു കറിവേപ്പില, ഇതൊക്കെ നമുക്ക് നട്ട് വളർത്തി അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് അത്യാവശ്യമായ വെജിറ്റബിൾസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ വെജിറ്റബിൾ വാങ്ങുന്ന വലിയ ഒരു തുക, അതിൽ നിന്ന് നമുക്കൊരു 100-200 രൂപയെങ്കിലും നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലെ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഞാൻ അങ്ങനെ ഓൾ ടുഗദർ നമുക്ക് എങ്ങനെ പോയാലും ഒരു ചെറിയ ബഡ്ജറ്റ് കിച്ചണിലേക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്തു പോകുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ച് ഒരു 500 രൂപയെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ നമ്മുടെ ബഡ്ജറ്റുകൾ പ്ലാൻ ചെയ്യാൻ. ഓരോരുത്തർക്ക് ഡിഫറൻറ്റ് ബഡ്ജറ്റായിരിക്കും. ചിലർ ഒരു മാസത്തേക്ക് 5000 രൂപയുടെ സാധനമായിരിക്കും വാങ്ങുന്നത്, ചിലർ 6000 ആയിരിക്കും, 7000 ആയിരിക്കും. ചില വീട്ടിൻ്റെ ചിലവെന്ന് പറയുന്നത് 10,000-ൽ എക്സീഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണോ നമ്മൾ എടുക്കുന്നത് അതിൽ നിന്ന് ഓരോ വീട്ടമ്മയ്ക്കും ഒരു 500 രൂപയെങ്കിലും മാറ്റി വയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. അടുക്കും ചിട്ടയുമായി നമ്മളൊരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കി അതിലേക്ക് അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ എഴുതുമ്പോൾ പ്രധാനപ്പെട്ടത് വേറെ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഒരിക്കൽ സാധനം വാങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു മാസം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവായിരിക്കുന്ന സാധനങ്ങൾ ഏതാണ്, ഏറ്റവും കുറച്ച് ചിലവായിരിക്കുന്നത് ഏതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ തരം തിരിച്ച് എഴുതിയതിന് ശേഷം ഈ അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു 150-200 രൂപയോളം നമുക്ക് മിച്ചം ഉണ്ടാക്കാൻ പറ്റും. ഈ മെയിൻ സാധനങ്ങളിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം അത് വീട്ടിൻ്റെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളാണ്. അരിയൊക്കെ നമുക്ക് ഒരിക്കലും കുറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനമല്ല. അല്ലാതെ ഈ എണ്ണയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ചില കുറവുകൾ വരുത്താം. ബട്ടർ, അതുപോലുള്ള സാധനങ്ങൾ, നെയ്യ്, ഇതിലൊക്കെ നമുക്ക് കുറവുകൾ വരുത്താമല്ലോ. അപ്പോൾ അതൊക്കെ കുറവ് വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 200 രൂപ അതിൽ നിന്ന് നമുക്ക് ധാരാളമായി മിച്ചം എടുക്കാൻ പറ്റും. അതുപോലെ പച്ചക്കറികൾ നമ്മൾ പറഞ്ഞ പോലെ ഉള്ള രീതിയിൽ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ തന്നെ പ്ലാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ, പിന്നെ എന്നും നമുക്ക് കിട്ടില്ല, അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങണം. എന്നാലും നമുക്കൊരു പെർ മന്ത് ഒരു 500 റുപ്പീസ് എങ്ങനെ പോയാലും നമുക്ക് ഒരു മാറ്റിവെക്കൽ രീതിയിലേക്ക് ഓരോ വീട്ടമ്മയ്ക്കും കിട്ടും. അപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ വസ്തുവൊക്കെ ഉള്ളവർക്ക് ചേന, ചേമ്പ്, മരിച്ചീനി ഇതെല്ലാം നടാം. അപ്പോൾ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇതാ പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഭൂമിയുള്ളവരാണെങ്കിൽ തെങ്ങൊക്കെ വാങ്ങിച്ച് വെച്ചാൽ തേങ്ങ വാങ്ങണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വാങ്ങണ്ടല്ലോ. മുരിങ്ങ, ഇതെല്ലാം നമുക്ക് നട്ടു വയ്ക്കാം. മാങ്ങ, മാവ്, ഇതെല്ലാം നടുന്നവർക്ക് അങ്ങനെ ഒരുപാട് പൈസ നമുക്കങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വീട്ടമ്മമാരും പിന്നെ മണ്ണിനെ അടുത്തറിയുക, മണ്ണിനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമുക്ക് ഒരു സേവിങ്സും അതുവഴി ഉണ്ടാവുമെന്നുള്ള കാര്യം
ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സാൻഡ്രയ്ക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. എങ്കിലും ഇതെല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള എൻ്റെ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴയാണ്, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടേക്ക് കെയർ.